ഹായ്! എല്ലാവർക്കും നമ്മുടെ സാവരി കുക്കിംഗ് ആൻഡ് മോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൊൽക്കട്ട ചിക്കൻ റോളാണ്. കൊൽക്കത്തയിലെ സ്ട്രീറ്റുകളിലൊക്കെ മെയിനായിട്ട് കിട്ടുന്നൊരു ഫുഡായ കൊൽക്കട്ട ചിക്കൻ റോൾ. ഇത് വളരെ ടേസ്റ്റാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകും. എല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായി ഇപ്പോൾ ഏകദേശം 200 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം ആദ്യം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഒരു 1/4 ടീസ്പൂണോളം ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം, കഷ്ണങ്ങളിലൊക്കെ പിടിക്കാൻ പാകത്തിന്. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാം. നന്നായി മാരിനേറ്റ് ആവട്ടെ. ആ സമയത്തിനുള്ളിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാം. പറാത്തയ്ക്ക് വേണ്ടി 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര അധികം തരിതരിയായിട്ടുള്ളതാണെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കാം. അതുമല്ലെങ്കിൽ പാലിലൊന്ന് അലിയിപ്പിച്ച് ചേർക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ സ്പൂണിലാണ് 1.5 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 1/4 ടീസ്പൂണോളം ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം മാവ് നമുക്ക് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. വെള്ളം കുറച്ചായി ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കണം. മാവ് ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ നന്നായി കുഴച്ചെടുക്കണം. ഒരു സോഫ്റ്റ്നെസ് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ മാവിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടിയിടണം. പിന്നെ ഒരു 1 മണിക്കൂർ നേരം ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം നമുക്ക് ഫില്ലിങ്ങിനുള്ള ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ചിക്കൻ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും സവോള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. സവോളയും ക്യാപ്സിക്കവും ചിക്കൻ കുക്കായതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒരു 1 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ റോളിന് വേണ്ടി പറാത്ത ഉണ്ടാക്കിയെടുക്കാം. റോളിനുള്ള മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 അവർ ആയിട്ടുണ്ട്. നമുക്കതെടുത്ത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് ഓരോന്നും പരത്തിയെടുത്ത് ഒന്ന് റോൾ ചെയ്ത ശേഷം 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഒന്ന് ചെറുതായി പരത്തിയെടുത്താൽ മതി. ഏകദേശം ഒരു 12 സെൻറ്റിമീറ്ററൊക്കെ ഡയമീറ്ററിൽ പരത്തിയെടുത്താൽ മതി. അതിനുശേഷം കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് മൈദ തൂവിക്കൊടുക്കാം. പിന്നെ ഒരു കത്തി കൊണ്ട് സൈഡൊന്ന് വരഞ്ഞ ശേഷം റോൾ ചെയ്തെടുക്കണം. ചെറുതായിട്ട് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ചിക്കൻ റോളിൻ്റെ പറാത്ത ഏകദേശം നമ്മുടെ പൊറോട്ട പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൊറോട്ട ഉണ്ടാക്കാൻ വേറെ ഏതെങ്കിലും രീതി അറിയാമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇത് പരത്തിയെടുക്കാം കേട്ടോ. ഇങ്ങനെ റോളാക്കി ഒന്ന് പ്രസ് ചെയ്ത് വെച്ച ശേഷം ഒരു 5 മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പറാത്ത പരത്തിയെടുക്കാം. നിറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. നന്നായിട്ട് പരത്തിയെടുക്കണം. ഏകദേശം ഒരു 22-24 സെൻറ്റിമീറ്റർ ഡയമീറ്ററിലൊക്കെ നന്നായി വീതിക്ക് പരത്തിയെടുക്കാം. നന്നായി എണ്ണ ഒഴിച്ച പാനിലേക്ക് ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ 2 പുറവും അതുപോലെ തന്നെ നന്നായി എണ്ണ പുരട്ടി തന്നെ കൊടുക്കണം. ഇനി നമുക്ക് മുട്ട അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. മുട്ട പൊട്ടിച്ച് വെറുതെ ഉപ്പിട്ട് നന്നായി അടിച്ചെടുത്താണ് നമുക്ക് ഈ പറാത്തയുടെ പുറത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി സ്പ്രെഡ് ചെയ്യണം. പറാത്ത ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും അതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി സ്പ്രെഡ് ചെയ്യണം. ചിക്കൻ റോളിൻ്റെ പറാത്ത അങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കണം. ഫില്ലിങ്സിന് വേണ്ടി സവാള നീളത്തിൽ ചെറുതായി അരിഞ്ഞെടുത്തത് ഉപ്പും നാരങ്ങാനീരും കൂട്ടി തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി പറാത്തയിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നീളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം. ഇനി സവാള നീളത്തിൽ അരിഞ്ഞത് അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുക്കുമ്പർ ചെറുതായി അരിഞ്ഞു വെച്ചത് കൂടെ ഇട്ട് കൊടുക്കണം. ആ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചില്ലി സോസ് കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഇതുപോലെ അലുമിനിയം ഫോയിലോ ഇട്ട് നമുക്ക് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൊൽക്കട്ട ചിക്കൻ റോൾ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്തു നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.